നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇസ്ലാമാബാദിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ നാളെ പുലർച്ചെ 5:15 5:30 എന്തൊരു സമയമാണ്. ആ ഒരു സമയത്താണ് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിൻ്റെ സമയം അവസാനിക്കുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ എന്തായിരിക്കും എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ചർച്ചയ്ക്കും എന്തിനും സജ്ജമായി നിൽക്കുകയാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ ചർച്ചയ്ക്ക്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ചർച്ചയ്ക്കുള്ള ഒരു തിടുക്കമാണ് അമേരിക്ക ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇറാൻ ആ ഒരു നിലപാട് തുടരുകയാണ്. ചർച്ചയ്ക്കില്ല, തങ്ങളാരും ഒരു പ്രതിനിധി സംഘത്തെ ഇസ്ലാമാബാദിലേക്ക് അയച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നുണ്ട് ട്രംപ് അടക്കം നേരിട്ട് ഇറങ്ങാൻ, അത് നേരിട്ടോ അല്ലെങ്കിൽ വെർച്വലായിട്ടോ ഇറാനുമായിട്ട് ഒരു ചർച്ച വിജയമായി കഴിഞ്ഞാൽ കരാറിൽ ഏർപ്പെടാനായിട്ട് ട്രംപ് നേരിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ എന്തായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക? ഇറാൻ ചർച്ചയ്ക്ക് വരുമോ, അതോ അതോടുകൂടി തന്നെ ഈ ഒരു താൽക്കാലിക വെടിനിർത്തലിൻ്റെ സമയം അവസാനിച്ച് വീണ്ടും ഒരു അതിലേറെ മാരകമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെ വിലയിരുത്താം? അതായത് ഈ പറഞ്ഞതുപോലെ ഇസ്ലാമാബാദിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇസ്ലാമാബാദിൽ ഒരു ചർച്ചാ മേശ അത് പാകിസ്ഥാൻ ഒരുക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നിലിരിക്കാൻ അമേരിക്കയോ ഇറാനോ എത്തിയിട്ടില്ല. അമേരിക്കയുടെ സംഘം പുറപ്പെട്ടു എന്ന് 2 ദിവസം മുമ്പ് പറയുന്നുണ്ട്, പക്ഷേ ആരും എത്തിയിട്ടില്ല. ഇറാൻ വരില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം അമേരിക്ക ഹോർമൂസിൽ നിന്നും മാറണം. അമേരിക്ക ഹോർമൂസിൽ വലിയ ഉപരോധം തീർക്കുകയാണ്. ഈ ഉപരോധം ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെയാണ്. ഇറാൻ തുറമുഖത്തേക്ക് ഒരു കപ്പലെയും അവർ കടത്തിവിടുന്നില്ല. ഒരു കപ്പലും അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും അമേരിക്ക അനുവദിക്കുന്നില്ല. വലിയ സന്നാഹമാണ്. 10,000-ലധികം നാവികസേനാംഗങ്ങൾ, 12 പടക്കപ്പലുകൾ, 100-ലധികം യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം അവിടെ അണിനിരന്നിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇറാൻ തുറന്നു കൊടുത്തത്. പക്ഷേ അതിന് 24 മണിക്കൂറത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക പറഞ്ഞതുപോലെ ചെയ്തില്ല. അമേരിക്ക ഹോർമൂസിൽ നിന്ന് പിന്മാറിയില്ല. ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധം അമേരിക്ക അവസാനിപ്പിച്ചില്ല. അതിന് കാരണം എന്ത് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, എങ്ങനെയും ഹോർമൂസ് തുറക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക തന്നെ ഹോർമൂസിൽ ഒരു ഉപരോധം തീർക്കുന്നത്? പക്ഷേ അതിൻ്റെ ഉത്തരം ഇന്ന് അമേരിക്കയുടെ നിക്കി ഹേലി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാൻ്റെ ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തു. ആ കപ്പലിൽ ചില രാസവസ്തുക്കൾ കണ്ടെത്തി. അത് മിസൈലുകൾ നിർമ്മിക്കാനുള്ള രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കൾ ചൈനയിൽ നിന്നും ഇറാനിലേക്ക് പോവുകയായിരുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെളിവാണ്. അമേരിക്ക സംശയിച്ചത് അവിടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മിസൈൽ ശക്തി, നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ധാരാളം മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തു. മിസൈൽ ലോഞ്ചറുകൾ തകർത്തു. അതോടൊപ്പം തന്നെ മിസൈൽ സംഭരണശാലകളും തകർത്തു. പക്ഷേ എന്നിട്ടും ഇറാൻ്റെ മിസൈൽ ശേഖരണത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് നൽകുന്ന റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ മിസൈലുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മിസൈൽ ശേഖരം വളരെ വലുതാണ്. അത് അജ്ഞാത കേന്ദ്രത്തിൽ തുടരുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് എത്തിപ്പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇറാന് മിസൈലുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സഹായവും ചൈന നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ആരോപണത്തിന് ശക്തി പകരുന്ന ചില തെളിവുകളാണ് ഈ അമേരിക്കയുടെ വക്താവ് പറയുന്നത് ശരിയാണ് എങ്കിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്രയധികം സന്നാഹങ്ങൾ ഹോർമൂസിൽ തീർത്തത്. അമേരിക്ക അവിടെ നിന്ന് പിന്മാറിയാൽ ഈ ആയുധ കള്ളക്കടത്ത് എന്ന് തന്നെ പറയാം, അത് തുടരും. ഇറാൻ വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാമായിരുന്നിട്ട് പോലും ചർച്ചയ്ക്ക് പോലും ഇട നൽകാതെ ഈ ഹോർമൂസിലേക്കുള്ള ഉപരോധം തുടരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇറാൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്ക ആദ്യം ഉപരോധം അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം, ഭീഷണിയിലൂടെയൊന്നും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ അമേരിക്ക പറയുന്നത് ആദ്യം നിങ്ങൾ ഒരു ചർച്ചയ്ക്കെത്തി, ചർച്ചയിലൂടെ ചില കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്, ആ കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപരോധം പിൻവലിക്കാമെന്നാണ്. അതായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷമേ അമേരിക്ക അവിടെ നിന്ന് പിന്മാറുകയുള്ളൂ. കാരണം അമേരിക്ക അവിടെ നിന്ന് പിന്മാറിയാൽ വീണ്ടും ആയുധം ഇറാനിലേക്ക് ഒഴുകും എന്നവർ സംശയിക്കുന്നു.
ഇതിപ്പോ ആദ്യത്തെ ചർച്ചയൊന്നുമല്ല. ഇതിന് മുൻപ് ഒമാനിൽ നടന്ന ഒരു ചർച്ച, മസ്കറ്റിൽ നടന്നു, പിന്നെ ഇപ്പോൾ ഇസ്ലാമാബാദിൽ തന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം ചർച്ചയാണ്. അതും ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു വരാമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഘട്ട ചർച്ച പരാജയമായി പോയി. ഇപ്പോൾ നമുക്ക് ഇതിനൊരു അമേരിക്കയുടെ ഒരു പരാജയമായിട്ട് തന്നെ ഇവിടെ ട്രംപ് അത് സമ്മതിക്കില്ല. ട്രംപ് ഇപ്പോഴും പറയുന്നത് യുദ്ധം തങ്ങൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു കരാറിൽ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കിത് അമേരിക്കയുടെ ഒരു പരാജയം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ലേ? ഇല്ല, അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒന്ന് പരമപ്രധാനമായിട്ടുള്ളത് ആണവായുധം പൂർണ്ണമായിട്ടും ഇറാനിലുള്ളത് നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് അമേരിക്ക ഇപ്പോൾ തുറന്നു തന്നെ പറയുന്നുണ്ട്. അതായത് സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാനിൽ നിന്നും അമേരിക്കയിലേക്ക് മാറ്റണം. ഇതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്നുള്ളത് ഇറാനിലെ ഭരണമാറ്റമാണ്. ഇറാനിൽ ഈ അയത്തുള്ള ഖമേനിയുടെ പിൻഗാമികൾ ഭരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നയമാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം IRGC അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വലിയ രീതിയിൽ സൈനികരുടെ എണ്ണം അവർക്കുണ്ട്. IRGC ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത്. ഏതാണ്ട് പട്ടാള ഭരണം തന്നെയാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അവരുടെ പരമോന്നത നേതാവായിരുന്നു അയത്തുള്ള ഖമീനി. അദ്ദേഹം കൊല്ലപ്പെടുന്നു. പിന്നീട് ഇറാനിയൻ പ്രസിഡന്റിന് പോലും അവിടെ ഒരു വോയിസ് ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. ഇറാനിയൻ പ്രസിഡന്റിൻ്റെയും സൈന്യത്തിൻ്റെയും ശബ്ദം രണ്ട് രീതിയിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട മുജ്തബ ഇതുവരെ ലൈംലൈറ്റിലേക്ക് വന്നിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ച എന്ന് പറയുന്നത് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ അമേരിക്കയ്ക്ക് ഒരു വെൽ ഫോംഡ് ആയിട്ടുള്ള സർക്കാരുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. അവിടുത്തെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ബാക്കി സൈനിക സന്നാഹങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്താനുള്ള ഒരു അധികാര കേന്ദ്രം അവിടെ ഇല്ല. അതാണ് ഈ ചർച്ചകൾ ഒരുപക്ഷെ പരാജയപ്പെടാനുള്ള കാരണം. അമേരിക്കയ്ക്ക് ചർച്ച വിജയിപ്പിക്കുന്നതിലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആരുമായിട്ടാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ടത്? IRGCയുടെ അധികാരികളുമായിട്ടാണോ, ഇറാനിയൻ പ്രസിഡൻറ്റുമായിട്ടാണോ, അല്ലെങ്കിൽ മുജ്തബയായിട്ടാണോ, അല്ലെങ്കിൽ മുജ്തബ നിശ്ചയിക്കുന്ന മറ്റാരെങ്കിലുമായിട്ടാണോ? ഇറാനിയൻ സംഘം എന്ന് പറഞ്ഞൊരു സംഘം വരുന്നുണ്ട്. അവർക്കൊരു പക്ഷേ വലിയ അധികാരങ്ങളുണ്ടാവില്ല. ആ ചർച്ചയിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വലിയ അധികാരങ്ങളുണ്ടാവില്ല. അതായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഒരു താല്പര്യക്കുറവ് കാണിക്കാനുള്ള കാരണം. പക്ഷേ അമേരിക്കയ്ക്കടക്കം ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക്, ഒരു മനോനിലയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം ആയുധങ്ങൾ സംഭരിച്ച് പരമാവധി യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അതിനു വേണ്ടിയിട്ടാണ് അവർ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി, മാത്രമല്ല പല ആണവ ശാസ്ത്രജ്ഞരെ അവരെ കൊലപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് പല ഉന്നത സൈനിക മേധാവികളെയൊക്കെ തന്നെ ഓരോരുത്തരെയായിട്ട് കൊലപ്പെടുത്തി. പക്ഷെ അപ്പോഴൊന്നും തന്നെ തലപ്പത്തൊരു ഭരണാധികാരി ഇല്ലാതിരുന്നിട്ടും പതറാതെ നിൽക്കുന്ന ഒരു ഇറാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ അവിടെയുള്ള ഇറാനിൽ തന്നെയുള്ള ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു ഭരണമാറ്റം നടക്കുമോ എന്നൊക്കെ അമേരിക്ക നോക്കി. പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല. അതായത് തലപ്പത്ത് നമ്മളിപ്പോൾ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്തും കണ്ടതാണ്. ഇസ്രായേലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഹമാസിൻ്റെ ആണെങ്കിലും ഹിസ്ബുള്ളയുടെ ആണെങ്കിലും എല്ലാ തലപ്പത്തുള്ള നേതാക്കളെയും കൊലപ്പെടുത്തി അവരെ മാനസികമായിട്ട് തകർക്കുക, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുത്തുക. പക്ഷെ അപ്പോഴൊക്കെ അവരവിടെ തളരുന്നൊരു ഘട്ടം വരും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. ഈ പറഞ്ഞതുപോലെ ട്രംപ് വിചാരിച്ചതുപോലെ വെനിസ്വേലയിൽ ഈസി ആയിട്ട് അവരുടെ പ്രസിഡന്റിനെ തൂക്കിക്കൊണ്ടു പോകുന്നത് പോലെ ഇറാനിലെത്തി. ആദ്യം ഒരു 4 ദിവസമായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നീട് അത് 4 ആഴ്ചയായി, ഇന്നിപ്പോൾ ഏകദേശം 50 ദിവസത്തിലധികമായി. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല. നമുക്ക് ഒരു തരത്തിൽ നമ്മളിപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, പക്ഷേ ഇറാനിലെ അവിടെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ സൈനികരുടെ ഒരു ഐക്യം തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു സൈനിക ഘടന, അവരൊരു ഈ രാഷ്ട്രം കൃത്യമായി നിർമ്മിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും അവരുടെ സൈനിക ഘടന കൃത്യമായി അവർ നിർവചിച്ചിട്ടുണ്ട്. ഇറാൻ്റെ സൈന്യത്തെക്കുറിച്ച് പല വിദഗ്ധരും നേരത്തെ പറഞ്ഞത്, ഇറാനിന് കമാൻഡുകൾ നൽകുന്ന പരമോന്നത ആത്മീയ നേതാവ് അയാൾ കൊല്ലപ്പെട്ടാൽ പോലും അയാളുടെ ആത്മാവിന് പോലും ഈ സൈന്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. അതാണ് അമേരിക്ക അത്ഭുതപ്പെടുന്നത്, തലയ്ക്കടിച്ചിട്ടും. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമീപകാല യുദ്ധതന്ത്രം തന്നെ അതാണ്.
തലയ്ക്കടിച്ച് അതിനെ ഇല്ലാതാക്കുക. പക്ഷേ ഇത് ആദ്യ ദിവസം തന്നെ തലയ്ക്കടി കിട്ടുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണ് അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു പ്രത്യേകതയും ശക്തിയും എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക. പിന്നെ ഇപ്പോഴും പറയുന്നുണ്ട് ഇറാൻ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തി അത് പുറത്തെടുത്തിട്ടില്ല എന്നുള്ളത്. അവരുടെ ഇപ്പോൾ നാവിക ശക്തി ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അവരുടെ കരസേന അതിനെയാണെങ്കിലും പൂർണ്ണമായിട്ട് ഇപ്പോഴും അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞു. ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇറാൻ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ വലിയ പാടായിരിക്കും. പക്ഷേ ഇറാൻ സൈന്യത്തിൻ്റെ ഒരു കരുത്ത് അവരുടെ കരസേനാംഗങ്ങളുടെ എണ്ണത്തിലാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒരു കരയുദ്ധം അവിടെ സാധ്യമാകാത്തത്. കരയുദ്ധത്തിനായി അമേരിക്കൻ പട്ടാളമോ ഇസ്രായേൽ പട്ടാളമോ അവിടെ ഇറങ്ങിയാൽ അവരുടെ ഭാഗത്ത് കനത്ത ആൾനാശം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതൊരു വലിയ രാജ്യമാണ്, വലിയ രീതിയിൽ പട്ടാളക്കാരുടെ എണ്ണമുണ്ട്. അമേരിക്കയുടെ ഏതാണ്ട് 50,000 പട്ടാളക്കാർ അവിടെയുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമേരിക്കൻ പട്ടാളത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ആൾനാശം ഉണ്ടായി തുടങ്ങിയാൽ അത് അമേരിക്കയിൽ വലിയ പ്രശ്നമുണ്ടാകും. ട്രംപിൻ്റെ കസേരയ്ക്ക് വലിയ കുലുക്കം സംഭവിക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നോക്കാനില്ല. അവർ ഒരു ചാവേറുകളെ പോലെ ആക്രമിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധം ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്ന നിലയിലേക്ക് വരുന്നത്. പക്ഷേ ചർച്ചയ്ക്കും ഇരുഭാഗങ്ങളും ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതാണ് ദൗർഭാഗ്യകരം. ഇപ്പോൾ ഞാനിന്നൊരു റിപ്പോർട്ട് വന്നത് വായിച്ചപ്പോഴേ ഈ പറയുന്ന പോലെ ട്രംപിന് മെയ് 1 തീയതി എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റ് വായിച്ചത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ 1973 ഒരു യുദ്ധാധികാര നിയമം നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു മറ്റുള്ള കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ ഒരു മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സായുധ സേനയെ വിന്യസിച്ചിട്ട് അവിടുത്തെ ഒരു പ്രസിഡന്റിന് പരമാവധി 60 ദിവസം മാത്രമാണ് അത്ര യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫെബ്രുവരി 28 തുടങ്ങി. അപ്പോൾ ഏകദേശം ഇപ്പോൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിയാറായി, മെയ് വരാൻ പോകുന്നു. അപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു അനുമതി ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പ്രത്യേകിച്ച് അങ്ങോട്ട് കയറി നമ്മൾ അമേരിക്ക ആക്രമിക്കുകയായിരുന്നു. അതായത് 1973 വാർ പവേഴ്സ് പ്രമേയം അതനുസരിച്ചിട്ടാണ് ഈ പറയുന്നത് ഒരു കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ 60 ദിവസം വരെയാണ് ഒരു പ്രസിഡന്റിന് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സേനയെ അവിടെ വിന്യസിച്ചിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിന് ഇനി അനുമതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ നിയമം ലംഘിച്ചുകൊണ്ട് ട്രംപിനെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് യുദ്ധം ചെയ്യണം, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ നിയമത്തെ അനുസരിച്ച് എന്തെങ്കിലും ഒരു പോം വഴി ഈ പറഞ്ഞതുപോലെ ഒരു ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡേറ്റ് അവസാനിക്കുന്നത് മെയ് 1 തീയതിയാണ്. അപ്പോൾ മെയ് 1 തീയതി ട്രംപിനെ സംബന്ധിച്ചൊരു ഡെഡ് ലൈൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഇത് നമ്മുടെ അടുക്കളകളിൽ മാത്രമല്ല അമേരിക്കയിലും പലതരത്തിലുള്ള ഇന്നലെ നമ്മൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് അവിടെയുള്ള ഇപ്പോൾ 2 വാർഷിപ്പുകൾ, ഒന്ന് US എബ്രഹാം ലിങ്കണും ഒന്ന് USS ട്രിപ്പോളി, ഈ 2 എണ്ണത്തിൽ ഏതോ ഒരു കപ്പലിലുള്ള അവിടുത്തെ സൈനികർ അവർ കഴിക്കുന്ന ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ ഒരു ചിത്രം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് അവർക്ക് കിട്ടുന്ന ഒരു റേഷൻ എന്ന് പറയുന്നത് കുറച്ച് മീറ്റ്, കുറച്ച് ഒരു റൊട്ടി കഷ്ണം, അങ്ങനെ കുറച്ച് ക്യാരറ്റ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സേനയുടെ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിലും അതും പ്രതിഫലിച്ച് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ആ റിപ്പോർട്ടുകൾ ഒരു പക്ഷേ സത്യമായിക്കൊള്ളണമെന്നില്ല. അമേരിക്കൻ സൈന്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഈഗോ വർക്കൗട്ട് ആവുകയാണ്. അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച ഒരു ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ദിവസത്തിൽ അമേരിക്ക പറഞ്ഞത് ഇറാൻ്റെ എല്ലാ ആണവശേഷിയും തകർത്തു എന്നാണ്. പക്ഷെ പിന്നീട് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയല്ല, ആ ആണവ ശക്തിക്ക് ഒന്നും നാശം വന്നിട്ടില്ല. കാരണം ഇറാൻ്റെ ആണവശേഷി മുഴുവൻ വളരെ ഡീപ്പായിട്ട് ഭൂമിക്ക് അടിയിലാണ് എന്നാണ്. അപ്പോൾ അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ രണ്ടാമത് അമേരിക്ക യുദ്ധത്തിനിറങ്ങിയത്. അപ്പോൾ എവിടെയാണോ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇരിക്കുന്നത് അതുവരെ എന്നാണോ അമേരിക്കയ്ക്ക് എത്താൻ സാധിക്കുക അന്ന് വരെ യുദ്ധം തുടരുക എന്ന സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നു അമേരിക്ക ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഇടവേളകൾ എടുക്കുന്നത് ഒരുപക്ഷെ സൈനിക ശക്തി കൂട്ടാനോ അല്ലെങ്കിൽ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കാം. കാരണം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണല്ലോ ആയത്തുള്ള ഖമീനിയെ കൊല്ലുന്നത്. യുദ്ധം ചെയ്യും, ഇപ്പോൾ ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചർച്ചയിലൂടെ കുറച്ച് സമയം കിട്ടുമെന്ന രീതിയിൽ ഇറാൻ അവിടെ തലവെച്ച് കൊടുക്കുന്നു. പെട്ടെന്ന് മറുഭാഗത്തു കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നു.
അവിടെ ആ ആക്രമണത്തിൽ ആയത്തുള്ള ഖമീനി കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതായിരിക്കാം ഒരു അമേരിക്കയുടെ തന്ത്രം. നീണ്ട ഒരു യുദ്ധത്തിലൂടെ ഒരല്പം കേടുപാടുകൾ പറ്റി. ഇപ്പോൾ ഈ USS എബ്രഹാം ലിങ്കന് വരെ വലിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഒരു അഭിമാന പടക്കപ്പലായിരുന്നു. ആ പടക്കപ്പലിന് വലിയ കേടുപാടുകൾ പറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കേടുപാടുകൾ തീർക്കുക, അല്ലെങ്കിൽ ആയുധങ്ങൾ സംഭരിക്കുക, ഒരു റീലൊക്കേഷൻ നടത്തുക, എവിടെയെങ്കിലുമൊക്കെ സൈനികമായി ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റീലൊക്കേഷൻ നടത്തുക, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അമേരിക്ക ഈ ഇടവേള ഉപയോഗിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ മെയ് 1 ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞു പോകാതിരിക്കാൻ ഇനിയിപ്പോൾ അമേരിക്ക ഒന്നുകിൽ ചെയ്യാൻ പോകുന്നത് അന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിച്ചതുപോലെ ഒരു കനത്ത ആക്രമണം, ഒരു കാടടച്ചുള്ള ഒരു വെടിവെക്കലിലൂടെ നടത്തിയതിന് ശേഷം ഇതാ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്നും മടങ്ങിപ്പോവുക. ഇതാണ് അമേരിക്ക ലക്ഷ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുക. ഇപ്പുറത്ത് ഇറാൻ പറയും ഞങ്ങളിതാ അവരെ തുരത്തിയിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളുടെ ഭരണകൂടത്തെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇറാനും വിജയം ആഘോഷിക്കുക. ഇതേ നടക്കാനുള്ളൂ എന്ന് തോന്നുന്നു. ചർച്ചകളിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ വയ്ക്കാൻ വയ്യ. കാരണം പാകിസ്ഥാനൊക്കെ ആണല്ലോ ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവുണ്ട്. ഈ ഏതോ പത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന കണ്ടു, എന്താണോ ഇറാൻ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ദൂതർ വഴി പാകിസ്ഥാൻ അമേരിക്കയെ അറിയിക്കുന്നത്. അമേരിക്ക എന്താണോ പറയുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് പാകിസ്ഥാൻ ഇറാനെ അറിയിക്കുന്നത് എന്നൊക്കെയുള്ള ഇത് വന്നിരുന്നു. അതുകൊണ്ടാണ് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഏറ്റവും അന്തിമമായ ഒരു കരാറിലേക്ക് പോകാനുള്ള പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. ചർച്ചകളിലേക്ക് ചർച്ചയും ഒരു തമാശയാണെന്ന് പറയാം. കാരണം ചർച്ചയിൽ ഇവിടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയൊന്നും കാണാനില്ല. അവിടെ അസീം മുനീറാണ് അവിടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ സൈനിക മേധാവിക്കാണ് അവിടെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് കൂടി നമുക്ക് അത് പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറികൾ പല തവണയും നടന്നിട്ടുള്ളതാണ്. പലപ്പോഴും വലിയ സംഘർഷം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തൂക്കിയെടുത്ത് അപ്പുറത്തെറിയുക, അതിനൊക്കെ ശേഷമായിരിക്കും പട്ടാളാധികാരം വരുന്നത്. പക്ഷേ ഇത് അസീം മുനീർ വളരെ രഹസ്യമായി യാതൊരു കേടുപാടുകളും ഇല്ലാതെ, പ്രധാനമന്ത്രി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പക്ഷേ അവരുടെ അധികാരം മുഴുവൻ അസീം മുനീറിൻ്റെ കയ്യിലാണ് എന്ന രീതിയിലേക്കാണ്. വിദേശകാര്യം പോലും പട്ടാള മേധാവിയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വളരെ സൈലൻ്റായി അവിടെ ഒരു ഭരണമാറ്റം, അത് സിവിൽ ഭരണകൂടത്തിൽ നിന്ന് പട്ടാളത്തിലേക്ക് പാകിസ്ഥാനിൽ മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക പോലും ഈ അസീം മുനീറിനെ വിശ്വസിക്കുകയും അസീം മുനീറുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത്. പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക എന്ന ചോദ്യം, ചർച്ചകളിലൂടെ സമാധാനം ഉണ്ടാവുക എന്ന ചോദ്യം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥതയ്ക്ക് രംഗത്ത് വരുന്നില്ല. രാജ്യങ്ങളെ പോട്ടെ, ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഏജൻസികളും രംഗത്ത് വരുന്നില്ല. അതൊരു ഭാഗത്ത് അമേരിക്ക ആയതുകൊണ്ടായിരിക്കാം. കാരണം അമേരിക്ക ഇത്തരം ശ്രമങ്ങളെ ഒന്നും വകവെച്ച് കൊടുക്കില്ലല്ലോ. അവർക്കൊരു ഒരു അടിമ രാഷ്ട്രം വേണം. ആ രാഷ്ട്രം എന്ന രീതിയിലായിരിക്കാം അവർ പാകിസ്ഥാനെ കാണുന്നത്. ഏതായാലും നമുക്ക് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ, അദ്ദേഹം അതിലൂടെയാണല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതെന്തായാലും നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി അതിലൂടെ അടുത്തത് എന്തൊരു പ്രസ്താവനയാണ് വരുന്നത്, യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ കരാറിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് എന്താണ് ഇനി അടുത്തൊരു പ്രസ്താവന, അടുത്ത മണിക്കൂറുകൾ എന്ന് പറയുന്നത് എന്തായാലും നിർണായകം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയാലും അല്ലെങ്കിലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറുകൾ തന്നെയാണ്. എന്തായിരിക്കും സംഭവിക്കുക, വെടിവെച്ച നിലയ്ക്കുമോ എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. വീണ്ടും അടുത്തൊരു ചർച്ചയാവുന്നവരെ നമസ്കാരം.